കേരളത്തിലെ കട്ടക്കട വിധാനസഭ നിയോജകമണ്ഡലത്തിന്റെ വിശകലനത്തിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കട്ടക്കട നിയോജകമണ്ഡലം 2026 നിയോജകത്തിനായി വളരെ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമാണ്. ഈ വിശകലനത്തിൽ നാം കട്ടക്കടയുടെ ജനസംഖ്യാ സ്വഭാവം, തിരഞ്ഞെടുപ്പ് ചരിത്രം, പ്രധാന സ്ഥാനാർത്ഥികൾ, പ്രധാന പ്രശ്നങ്ങൾ, ഡേറ്റ വിശകലനം, കഴിഞ്ഞ ട്രെൻഡുകൾ, ഓരോ സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത എന്നിവ പരിശോധിക്കും. ഈ വിശകലനം നിങ്ങൾക്ക് 2026 തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഒരു സമ്പൂർണ്ണ ചിത്രം നൽകും. കട്ടക്കട നിയോജകമണ്ഡലം തിരുവനന്തപുരം നഗരത്തിന്റെ കിഴക്കായി ഏകദേശം 18 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. ഈ പ്രദേശം കൃഷി പ്രധാനമായ ഗ്രാമീണ പ്രദേശങ്ങളും അർദ്ധനഗര പ്രദേശങ്ങളും കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു സംക്രമണ മേഖലയാണ്. ഇവിടെ കൃഷിക്കാർ, ചെറുകിട വ്യവസായ തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാർ, ഗൾഫ് പ്രവാസികൾ എന്നിവർ ഒരുമിച്ച് ജീവിക്കുന്നു. ഈ വൈവിധ്യം വ്യത്യസ്ത ആവശ്യങ്ങളും മുൻഗണനകളും ഉള്ള ഒരു ബഹുമുഖ നിയോജകമണ്ഡലം സൃഷ്ടിക്കുന്നു. കട്ടക്കട, മലയിൻകീഴ്, മരനല്ലൂർ, വിലപ്പിൽ, വിലവൂർക്കൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളും നെയ്യാറ്റിൻകര താലൂക്കിലെ പല്ലിച്ചൽ പ്രദേശവും ഈ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. ഈ ഗ്രാമപഞ്ചായത്തുകൾ ഓരോന്നും അതിന്റേതായ സ്വഭാവ സവിശേഷതകൾ ഉള്ളവയാണ്. ജനസംഖ്യാ കണക്കുകൾ പ്രകാരം കട്ടക്കടയിൽ ആകെ 1,96,792 വോട്ടർമാർ ഉണ്ട്. ഇത് ഒരു ഗണ്യമായ വോട്ടർ ജനസംഖ്യയാണ്. സാക്ഷരതാ നിരക്ക് 92.66%. ഇത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ്. ഉയർന്ന സാക്ഷരതാ നിരക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനും തൊഴിൽ അവസരങ്ങൾക്കുമുള്ള ആവശ്യം ഉയർത്തുന്നു. അനുസൂചിത ജാതി ജനസംഖ്യ 11.36%. ഈ ജനവിഭാഗം പരമ്പരാഗതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു വിശ്വസ്ത പിന്തുണ അടിത്തറ നൽകിയിട്ടുണ്ട്. ഈ ജനസംഖ്യ ഘടന 2026 തിരഞ്ഞെടുപ്പ് ഫലത്തെ ഗണ്യമായി സ്വാധീനിക്കും. കട്ടക്കടയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രം ഇടതുപക്ഷത്തിന്റെ ക്രമാനുഗതമായ ഉദയം കാണിക്കുന്ന ഒരു ആകർഷകമായ കഥ പറയുന്നു. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയം നേടി. കോൺഗ്രസ് സ്ഥാനാർത്ഥി എൻ. ശക്തൻ 52,368 വോട്ട് നേടി. ഇത് ആകെ വോട്ടിന്റെ 44.63%. 11.01% ഗണ്യമായ മാർജിനിൽ അദ്ദേഹം വിജയിച്ചു. ആ വർഷം വോട്ടർ ഉപസ്ഥിതി 70.56%. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു ചരിത്ര വഴിത്തിരിവ് ആയിരുന്നു. CPM സ്ഥാനാർത്ഥി അഡ്വ. ബി. സതീഷ് 51,614 വോട്ട് നേടി. ഇത് ആകെ വോട്ടിന്റെ 35.93%. കോൺഗ്രസ് 35.34% നേടി. ഇടതുപക്ഷം വെറും 0.59% അതിനേർത്ത മാർജിനിൽ വിജയിച്ചു. ഇത് ഒരു ഞെട്ടിക്കുന്ന ഫലമായിരുന്നു. ആ വർഷം വോട്ടർ ഉപസ്ഥിതി 76.65% ഉയർന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന്റെ ശക്തമായ ഏകീകരണം കാണിച്ചു. അഡ്വ. ബി. സതീഷ് 66,293 വോട്ട് നേടി. ഇത് ആകെ വോട്ടിന്റെ 45.49%. കോൺഗ്രസ് 29.55% ഇടിഞ്ഞു. ഇടതുപക്ഷം 15.94% ശക്തമായ മാർജിനിൽ വിജയിച്ചു. ആ വർഷം വോട്ടർ ഉപസ്ഥിതി 74.39% ഈ ചരിത്ര ഡേറ്റ ഒരു പ്രധാന ഉൾക്കാഴ്ച നൽകുന്നു. 2016 ഇടതുപക്ഷ വിജയം ദുർബലമായിരുന്നെങ്കിലും 2021 ഒരു ശക്തമായ ഏകീകരണം ഉണ്ടായി. ഇടതുപക്ഷം അതിന്റെ വോട്ട് 9.56% വർദ്ധിപ്പിച്ചപ്പോൾ കോൺഗ്രസ് 5.79% നഷ്ടപ്പെടുത്തി. ഇത് ഫലപ്രദമായ ഭരണ നിർവഹണത്തിന്റെ ഫലമാണ്. അഡ്വ. ബി. സതീഷ് കട്ടക്കടയുടെ നിലവിലെ MLA ആണ്. അദ്ദേഹം CPM പാർട്ടിയിൽ അംഗമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണ്. 2016 മുതൽ ഇന്നുവരെ അദ്ദേഹം ഈ നിയോജകമണ്ഡലത്തെ ജനപ്രതിനിധി സഭയിൽ പ്രതിനിധീകരിക്കുന്നു. ഒരു അഭിഭാഷകനായ അദ്ദേഹം വിദ്യാർത്ഥി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അതായത് SFI-യുടെ നേതാവായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തുടർച്ചയായ 3-ാം തവണ വിജയം നേടാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിരവധി ശ്രദ്ധേയ നേട്ടങ്ങൾ ഉണ്ടായി. ജലസമൃദ്ധി പദ്ധതി നടപ്പിലാക്കി കാലാവസ്ഥ പ്രതിരോധ ശേഷിയുള്ള കൃഷി പ്രോത്സാഹിപ്പിച്ചു. പൂക്കൃഷി വിസ്തൃതി വെറും 5 ഏക്കറിൽ നിന്ന് 64 ഏക്കറായി ഗണ്യമായി വർദ്ധിപ്പിച്ചു. 2019 2024 ഇടയിൽ കാർബൺ ബഹിർഗമനം 46.75% കുറച്ചു. ഇത് കേരളത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ്. ഭൂ-ഉപയോഗ ബോർഡുമായി ചേർന്ന് തരിശ് ഭൂമി ഫലഭൂയിഷ്ഠ കൃഷിഭൂമിയാക്കി മാറ്റി. ഇടതുപക്ഷ സർക്കാരിന്റെ പ്രധാന ക്ഷേമ പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കി. ഇത് 2021 ഏകീകരണത്തിന് നിർണായകമായിരുന്നു. എന്നാൽ ഗുരുതരമായ വെല്ലുവിളികളും ഉണ്ട്. സംസ്ഥാന വ്യാപകമായ സാമ്പത്തിക പ്രതിസന്ധി, ഗണ്യമായ പൊതുകടം,
സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകുന്നത് ഇവ വോട്ടർ മനോഭാവത്തെ ബാധിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടിയേറുന്നത് തുടരുന്നു. ഉയരുന്ന ജീവിതച്ചെലവ് കൂടാതെ കൃഷി ഇൻപുട്ട് ചെലവ് ക്ഷേമ ആനുകൂല്യങ്ങളുടെ ക്രയശക്തി ഇല്ലാതാക്കുന്നു. ഈ വെല്ലുവിളികൾ 2026-ൽ ഒരു ശക്തമായ ഭരണവിരുദ്ധ ഭാവം സൃഷ്ടിക്കുന്നു. കട്ടക്കടയിൽ 2026 നിയമസഭ തിരഞ്ഞെടുപ്പ് ഒരു ത്രികോണ മത്സരമാകും. 3 പ്രധാന സ്ഥാനാർത്ഥികൾ ഈ ആകർഷകമായ മത്സരത്തിൽ ഏർപ്പെടും. ആദ്യ സ്ഥാനാർത്ഥി ബി. സുധീഷ്. അദ്ദേഹം CPIM പാർട്ടിയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി. നിലവിലെ MLA ആയ അദ്ദേഹം 3-ാം തവണ വിജയം നേടാൻ ശ്രമിക്കുന്നു. 2016-ൽ 35.93% നേടി 2021-ൽ 45.49% ഉയർന്ന ഒരു ശക്തമായ ഉദ്ഗ്രഥന ചരിത്രം അദ്ദേഹത്തിനുണ്ട്. സ്ഥാപിത പാർട്ടി സംഘടന കൂടാതെ ശക്തമായ ഗ്രാസ്റൂട്ട് ബന്ധം അദ്ദേഹത്തിന്റെ പ്രധാന ഗുണങ്ങളാണ്. രണ്ടാം സ്ഥാനാർത്ഥി ആർ. ബൈജു. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി. 2021-ൽ 5.79% കുറഞ്ഞ വോട്ട് വിഹിതം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കോൺഗ്രസ് ചാലഞ്ചർ ആണ് അദ്ദേഹം. സംസ്ഥാന വ്യാപകമായ ഭരണവിരുദ്ധ ഭാവം മുതലെടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ തന്ത്രം. മൂന്നാം സ്ഥാനാർത്ഥി കെ. കൃഷ്ണദാസ്. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിനിധിയായി. 2011, 2016, 2021-ൽ ബിജെപിക്കായി മത്സരിച്ച ഒരു ദൃഢ ബിജെപി സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. 2016-ൽ 26.94% എന്ന ഉച്ചസ്ഥായിൽ എത്തിയ ഒരു ഉദ്ഭവശക്തിയാണ് ബിജെപി. ഈ 3 സ്ഥാനാർത്ഥികൾ 2026-ൽ ഒരു ആകർഷകമായ ത്രികോണ മത്സരം അവതരിപ്പിക്കും. 2026-ൽ കട്ടക്കടയിലെ വോട്ടർമാരുടെ മുൻഗണനകൾ രൂപപ്പെടുത്തുന്ന നിരവധി പ്രധാന പ്രശ്നങ്ങൾ ഉണ്ട്. ഇവ 2 വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു: 1 പ്രാദേശിക പ്രശ്നങ്ങൾ, 2 സംസ്ഥാന വ്യാപക ആഖ്യാനങ്ങൾ. പ്രാദേശിക പ്രശ്നങ്ങളിൽ ആദ്യത്തേത് കൃഷി പ്രശ്നമാണ്. കാഷ് ക്രോപ്പ് വില അസ്ഥിരത കൂടാതെ ഇൻപുട്ട് ചെലവ് വർധനവ് കർഷകരുടെ ലാഭ മാർജിൻ കുറയ്ക്കുന്നു. ഫലപ്രദമായ കൃഷി വ്യാപന സേവനങ്ങൾക്കും വിപണി ബന്ധങ്ങൾക്കുമുള്ള ആവശ്യമുണ്ട്. രണ്ടാമത്തേത് അടിസ്ഥാന സൗകര്യ വികസനമാണ്. ഉൾഗ്രാമങ്ങളിലേക്ക് മെച്ചപ്പെട്ട റോഡ് ബന്ധം കൂടാതെ വരൾച്ചക്കാലത്ത് വിശ്വസനീയ ജലവിതരണം ആവശ്യമാണ്. മൂന്നാമത്തേത് ആരോഗ്യ സേവനങ്ങളാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്ര ലഭ്യത കൂടാതെ താങ്ങാനാവുന്ന ആരോഗ്യ സേവനങ്ങൾ ആവശ്യമാണ്. നാലാമത്തേത് വിദ്യാഭ്യാസ് കൂടാതെ തൊഴിൽ ആണ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ് കൂടാതെ കൗശല വികസന പദ്ധതികൾ യുവ കുടിയേറ്റം കുറയ്ക്കാൻ ആവശ്യമാണ്. അഞ്ചാമത്തേത് പരിസ്ഥിതി ആശങ്കകളാണ്. മാലിന്യ സംസ്കരണം, ജലമലിനീകരണ നിയന്ത്രണം, കാലാവസ്ഥ പ്രതിരോധ ശേഷി ഇവ ആവശ്യമാണ്. സംസ്ഥാന വ്യാപക ആഖ്യാനങ്ങളിൽ ആദ്യത്തേത് സാമ്പത്തിക പ്രതിസന്ധി കൂടാതെ തൊഴിലില്ലായ്മ ആണ്. കേരളത്തിന്റെ കൂടിവരുന്ന പൊതുകടം കൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകുന്നത് ആശങ്കാജനകമാണ്. രണ്ടാമത്തേത് ക്ഷേമ പദ്ധതികൾ ഭരണവിരുദ്ധ ഭാവത്തിനെതിരെയാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ ഭക്ഷ്യ കിറ്റ് കൂടാതെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ 2021-ൽ നിർണായകമായിരുന്നു. എന്നാൽ പണപ്പെരുപ്പം ഈ ആനുകൂല്യങ്ങളുടെ ക്രയശക്തി ഇല്ലാതാക്കുന്നു. മൂന്നാമത്തേത് ഐഡന്റിറ്റി രാഷ്ട്രീയ കൂടാതെ വർഗീയ ചലനാത്മകത ആണ്. ബിജെപി ക്രിസ്ത്യൻ സമുദായത്തെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. ഇത് കോൺഗ്രസിന്റെ പരമ്പരാഗത പിന്തുണ അടിത്തറയെ ബാധിക്കുന്നു. കട്ടക്കടയുടെ ഡേറ്റ് വിശകലനം ജനസംഖ്യ വോട്ടിംഗ് പ്രവണതകളെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. ജനസംഖ്യ വോട്ടിംഗ് പ്രവണതകൾ പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യൻ ജനസംഖ്യ ദക്ഷിണ കേരളത്തിൽ ഗണ്യമായ ഒരു ഘടകമാണ്. ഇവർ പരമ്പരാഗതമായി കോൺഗ്രസ് വോട്ടർമാരാണ്, എന്നാൽ ഇടതുപക്ഷ ക്ഷേമ ആനുകൂല്യങ്ങളുടെ ഗുണഭോക്താക്കൾ കൂടിയാണ്. ഹിന്ദു ജനസംഖ്യ ഏകദേശം 55%. ഇതിൽ നായർ സമുദായം UDF കൂടാതെ ബിജെപിക്ക് ചായ്വ് കാണിക്കുന്നു. ഈരിവ സമുദായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഉറച്ച അടിത്തറ ആണ്. 11.36% വരുന്ന അനുസൂചിത ജാതി കൂടാതെ അനുസൂചിത വർഗ ജനസംഖ്യ ഇടതുപക്ഷത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നു. തൊഴിൽ ആധാരിത ജനസംഖ്യ ഘടന പ്രകാരം കൃഷി കൂടാതെ അർദ്ധനഗര തൊഴിലാളികൾ ക്ഷേമ പദ്ധതികൾ കൂടാതെ കൃഷി പദ്ധതികൾ കാരണം ഇടതുപക്ഷത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നു. സേവന മേഖലയിലെ ജീവനക്കാർ കൂടാതെ സർക്കാർ ജീവനക്കാർ ഉയർന്ന ഭരണവിരുദ്ധ ഭാവം കാണിക്കുന്നു. ഭൂമിശാസ്ത്ര വ്യതിയാനങ്ങൾ പ്രകാരം കട്ടക്കട, മലയിൻകീഴ് പോലുള്ള ഉൾഗ്രാമങ്ങൾ ഇടതുപക്ഷ ഗ്രാമവികസന ആഖ്യാനത്തിന് അനുകൂലമാണ്. തിരുവനന്തപുരത്തിനടുത്തുള്ള അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണവിരുദ്ധ ഭാവം ശക്തമാണ്. വോട്ടർ ഉപസ്ഥിതി ട്രെൻഡ് പ്രകാരം 2011-ൽ 70.56%, 2016-ൽ 76.65%, 2021-ൽ 74.39%.
2016 2011 6.09% ഉയർന്ന ഉപസ്ഥിതി ഇടതുപക്ഷ ഉദ്ഗ്രഥനത്തിന് കാരണമായി. ഒരു നിർണായക ഉൾക്കാഴ്ച ഇതാണ്. 2016 മുതൽ 2021 വരെ ഉണ്ടായ ഉദ്ഗ്രഥനം ഈ നിയോജകമണ്ഡലം ഒരു ശക്തമായ ദ്വിധ്രുവ സ്ഥിതിയിലേക്ക് നീങ്ങുന്നതായി കാണിക്കുന്നു. ബിജെപിയുടെ 2021 ഇടിഞ്ഞ വോട്ട് വിഹിതം ഒരു ഉച്ചസ്ഥായി ഫലം സൂചിപ്പിക്കുന്നു. 2026 കട്ടക്കട തിരഞ്ഞെടുപ്പ് ഫലത്തിനായി നാം 3 സാധ്യസ്ഥിതികൾ വിലയിരുത്തിയിരിക്കുന്നു. ആദ്യ സ്ഥിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയ നിലനിർത്തൽ ആണ്. ഇതിന്റെ സാധ്യത 65 മുതൽ 70% വരെയാണ്. ഇവിടെ പ്രാദേശിക ഭരണരേഖ സംസ്ഥാന ഭരണവിരുദ്ധ ഭാവത്തെ മറികടക്കും. ശക്തമായ 2021 ഉദ്ഗ്രഥനം, കൃഷി സംരംഭങ്ങൾ, ക്ഷേമ പദ്ധതികൾ ഇവ ഈ സ്ഥിതിക്ക് ഊർജ്ജം നൽകുന്നു. രണ്ടാം സ്ഥിതി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയമറിച്ചിടൽ ആണ്. ഇതിന്റെ സാധ്യത 25 മുതൽ 30% വരെയാണ്. ഇവിടെ സംസ്ഥാന ഭരണവിരുദ്ധ ഭാവം പ്രാദേശിക സന്തോഷത്തെ മറികടക്കും. സാമ്പത്തിക പ്രതിസന്ധി, ശമ്പള ബാക്കി, പണപ്പെരുപ്പം, കോൺഗ്രസ് ഉദ്ഗ്രഥനം ഇവ ഈ സ്ഥിതിക്ക് ഊർജ്ജം നൽകുന്നു. മൂന്നാം സ്ഥിതി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉദ്ഭവമാണ്. ഇതിന്റെ സാധ്യത 5 മുതൽ 10% വരെയാണ്. ഇത് വളരെ കുറഞ്ഞ സാധ്യതയാണ്. 2026 ഫലത്തെ നിർണയിക്കുന്ന നിരവധി നിർണായക ഘടകങ്ങൾ ഉണ്ട്. ആദ്യത്തേത് പണപ്പെരുപ്പ ഗതിയാണ്. പണപ്പെരുപ്പം തുടരുകയാണെങ്കിൽ ക്ഷേമ പദ്ധതികളുടെ ക്രയശക്തി ഇല്ലാതാകും. ഇത് ഭരണവിരുദ്ധ ഭാവം ശക്തിപ്പെടുത്തും. രണ്ടാമത്തേത് കൃഷി വരുമാനം ആണ്. മഴക്കാലം കൂടാതെ വിളവില ഈ സംക്രമണ നിയോജകമണ്ഡലത്തിലെ കർഷക മനോഭാവത്തെ ഗണ്യമായി ബാധിക്കും. മൂന്നാമത്തേത് സർക്കാർ ശമ്പള സ്ഥിതിയാണ്. ശമ്പളം വൈകൽ തുടരുകയാണെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരുടെ ഭരണവിരുദ്ധ ഭാവം ഗണ്യമായി ഉയരും. നാലാമത്തേത് വോട്ടർ ഉപസ്ഥിതിയാണ്. ഉയർന്ന ഉപസ്ഥിതി സാധാരണ സംഘടിത പാർട്ടികൾക്ക് അനുകൂലമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗുണം ചെയ്യും. അഞ്ചാമത്തേത് കോൺഗ്രസ് നേതൃത്വം ആണ്. കോൺഗ്രസ് ഒരു വിശ്വസനീയ ബദൽ നേതൃത്വം അവതരിപ്പിക്കുകയാണെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ വോട്ട് ഫലപ്രദമായി ഉദ്ഗ്രഥിക്കപ്പെടും. കട്ടക്കടയെ സംസ്ഥാന ട്രെൻഡുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ നിയോജകമണ്ഡലത്തിന്റെ അദ്വിതീയ സ്ഥാനം വ്യക്തമാകുന്നു. 2021 തിരഞ്ഞെടുപ്പ് ഫലവ്യതിയാനം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന ശരാശരി 52.10% നേടി. എന്നാൽ കട്ടക്കടയിൽ 45.49% മാത്രം നേടി. ഇത് 6.61% കുറവാണ്. ഇടതുപക്ഷം ഇവിടെ സംസ്ഥാന ശരാശരിക്ക് താഴെ പ്രകടനം കാഴ്ചവെക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാന ശരാശരി 21.60% നേടി. എന്നാൽ കട്ടക്കടയിൽ 29.55% നേടി. ഇത് 7.95% കൂടുതൽ ആണ്. കോൺഗ്രസ് ഇവിടെ സംസ്ഥാന ശരാശരിക്ക് മുകളിൽ പ്രകടനം കാഴ്ചവെക്കുന്നു. ദേശീയ ജനാധിപത്യ സഖ്യം സംസ്ഥാന ശരാശരി 12.40% നേടി. എന്നാൽ കട്ടക്കടയിൽ 23.77% നേടി. ഇത് 11.37% കൂടുതൽ ആണ്. ബിജെപി ഇവിടെ സംസ്ഥാന ശരാശരിക്ക് ഗണ്യമായി മുകളിൽ പ്രകടനം കാഴ്ചവെക്കുന്നു. ഈ ഡേറ്റ ഒരു പ്രധാന ഉൾക്കാഴ്ച നൽകുന്നു. കട്ടക്കട ഒരു ദുർബല ഊഞ്ഞാൽ ഇടമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ സംസ്ഥാന ശരാശരിയേക്കാൾ ദുർബലമാണ്. അതേസമയം പ്രതിപക്ഷ ശക്തികൾ ഗണ്യമായി ശക്തമാണ്. ഇത് ഈ നിയോജകമണ്ഡലത്തെ സംസ്ഥാന വ്യാപക ഭരണവിരുദ്ധ ഭാവത്തിന് കൂടുതൽ ദുർബലമാക്കുന്നു. എന്നാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ശക്തമായ പ്രാദേശിക ഭരണരേഖ ഒരു നിർണായക സംരക്ഷണ ഘടകമാണ്. ഇതോടെ നാം കട്ടക്കട 2026 തിരഞ്ഞെടുപ്പ് വിശകലനത്തിന്റെ അന്തിമ ഭാഗത്ത് എത്തിയിരിക്കുന്നു. നമ്മുടെ അന്തിമ ഭാഷ്യം ഇപ്രകാരമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഡ്വ. ഐ.ബി. സതീഷ് 2026 വിജയം നേടും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. എന്നാൽ 2021 15.94% ആയിരുന്ന വിജയ മാർജിൻ 8 മുതൽ 12% ആയി ചുരുങ്ങും. ഇത് സംസ്ഥാന ഭരണവിരുദ്ധ ഭാവം കാരണമാണ്. വോട്ടർ ഉപസ്ഥിതി 72 മുതൽ 76% വരെ ആകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയസാധ്യത 75 മുതൽ 80% ആണ്. ഓരോ കക്ഷിക്കും ഈ ഫലം ഉൾക്കൊള്ളുന്ന തന്ത്ര ഉൾക്കാഴ്ചകൾ ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കട്ടക്കട ജയിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ്. ക്ഷേമ പദ്ധതി സന്ദേശ ശക്തിപ്പെടുത്തൽ, കൃഷി സംരംഭ ഹൈലൈറ്റ് ഇവ ആവശ്യമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇത് ഒരു വീണ്ടെടുക്കൽ അവസരം ആണ്. സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധി കൂടാതെ ശമ്പള ബാക്കി ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇത് ജയിക്കാൻ സാധ്യത കുറഞ്ഞ ഒരു ഇടം ആണ്. എന്നാൽ ക്രിസ്ത്യൻ സമുദായ ഒറ്റീച്ച് ഒരു ദീർഘകാല തന്ത്രം ആണ്. വോട്ടർമാർക്ക് പ്രാദേശിക ഭരണപ്രകടനം ദേശീയ ആഖ്യാനങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഉള്ളതാണ്. ഈ വിശദമായ വിശകലനം 2026 കട്ടക്കട നിയോജകമണ്ഡലം ഒരു ആകർഷകമായ ഊഞ്ഞാൽ ഇടം ആണ് എന്ന് കാണിക്കുന്നു.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഗണ്യമായ ഗുണം ഉള്ളതാണ്, എന്നാൽ ഫലം ഒരിക്കലും ഉറപ്പ് അല്ല. ഈ വിശകലനം ശ്രദ്ധിച്ചതിന് നന്ദി.